ശാന്തി 21/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ചൈതന്യ ലൈറ്റ് ഹൗസാണ്. നിങ്ങൾ ഏവർക്കും ബാബയുടെ പരിചയം നൽകണം, വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ചോദ്യം: മുന്നോട്ടു പോകവേ ഏതൊരു ഡയറക്ഷൻ, ഏത് വിധിയിലൂടെ അനേകം ആത്മാക്കൾക്ക് ലഭിക്കുവാൻ പോകുന്നു? ഉത്തരം: മുന്നോട്ടു പോകവേ വളരെ പേർക്ക് ഈ ഡയറക്ഷൻ ലഭിക്കും. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരുടെ അടുക്കൽ പോകൂ. എങ്കിൽ നിങ്ങൾക്ക് ഈ വൈകുണ്ഠത്തിലെ പ്രിൻസ് ആകാനുള്ള ജ്ഞാനം നൽകും. ഈ സൂചന അവർക്ക് ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരത്തിലൂടെ ലഭിക്കും. പൊതുവെ ബ്രഹ്മാവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സാക്ഷാത്കാരം തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതുപോലെ ആദിയിൽ സാക്ഷാത്കാരത്തിൻ്റെ പാട്ട് നടന്നുവോ, അതേപോലെ തന്നെ അന്തിമത്തിലും നടക്കുവാൻ പോകുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവ് കുട്ടികളോട് ചോദിക്കുന്നു. എല്ലാവരോടും ചോദിക്കാൻ സാധിക്കില്ല. നളിനി എന്ന പുത്രിയോട് ചോദിക്കുകയാണ്, ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആരുടെ ഓർമ്മയിലിരിക്കുകയാണ്? ബാബയുടെ. കേവലം ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണോ, അതോ മറ്റെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. മറ്റെന്താണ് ഓർമ്മ വരുന്നത്? ഇത് ബുദ്ധിയുടെ കാര്യമാണല്ലോ. നമ്മൾ ആത്മാക്കൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ വീടിനെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ശരി, മറ്റെന്താണ് ചെയ്യുന്നത്? വീട്ടിൽ പോയി ഇരിക്കുകയാണോ വേണ്ടത്? വിഷ്ണുവിന് സ്വദർശന ചക്രം കാണിക്കുന്നുവല്ലോ. അതിൻ്റെ അർത്ഥവും ബാബ ഇപ്പോൾ മനസ്സിലാക്കിച്ചു തന്നു. അതായത് ആത്മാവിന് 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ ദർശനമുണ്ടായി. അപ്പോൾ ചക്രവും തിരിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, നമ്മൾ 84ൻ്റെ ചക്രം കറങ്ങി വീട്ടിലേക്ക് പോകും. പിന്നെ അവിടെ നിന്നും സത്യയുഗത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ വരും. വീണ്ടും 84ൻ്റെ ചക്രം കറങ്ങും. വിഷ്ണുവിന് ചക്രമൊന്നുമില്ല. അത് സത്യയുഗത്തിലെ ദേവതയാണ്. വിഷ്ണുപുരി എന്ന് പറയാം, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്റെ പുരി എന്ന് പറയാം, സ്വർഗം എന്ന് പറയാം. സ്വർഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. അഥവാ രാധാകൃഷ്ണന്റെ രാജ്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് തെറ്റാണ് ചെയ്യുന്നത്. രാധാകൃഷ്ണന്റെ രാജ്യം ഉണ്ടായിരിക്കുന്നതേയില്ല. കാരണം രണ്ടുപേരും വ്യത്യസ്ത രാജ്യങ്ങളിലെ പ്രിൻസസ് ആയിരുന്നു. രാജ്യത്തിന്റെ അധികാരിയാകുന്നത് പിന്നീട് സ്വയംവരത്തിനു ശേഷമാണ്. അപ്പോൾ ഈ വിഷ്ണുവിന് ചക്രം നൽകിയിരിക്കുന്നു. ഈ ചക്രം നിങ്ങളുടേതാണ്. അതിനാൽ ഇവിടെ ഇരിക്കുമ്പോൾ കേവലം ശാന്തിയിൽ ഇരുന്നാൽ പോരാ, സമ്പത്തും ഓർമ്മിക്കണം. അതിനാലാണ് ഈ ചക്രമുള്ളത്. ബാബ പറയുന്നു, നിങ്ങൾ ലൈറ്റ് ഹൗസുമാണ്. സംസാരിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ലൈറ്റ് ഹൗസ്. ഒരു കണ്ണിൽ ശാന്തിധാമമാണ്, മറുകണ്ണിൽ സുഖധാമമാണ്. രണ്ടും ഓർമ്മിക്കേണ്ടി വരും. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകേണ്ടത്. വീടിനെ ഓർമ്മിക്കുന്നതിലൂടെ വീട്ടിലേക്ക് പോകും. പിന്നെ ചക്രത്തെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ മുഴുവൻ ചക്രത്തിൻ്റെയും നോളജ് നിങ്ങൾക്ക് തന്നെയാണുള്ളത്. 84ൻ്റെ ചക്രം കറങ്ങി. ഇപ്പോൾ ഇത് മൃത്യുലോകത്തിലെ അന്തിമ ജന്മമാണ്. പുതിയ ലോകത്തെ പറയുന്നത് അമരലോകം എന്നാണ്. അമരം എന്നാൽ നിങ്ങൾ സദാ ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇരിക്കവേ തന്നെ പെട്ടെന്ന് മൃത്യു ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു. അവിടെ മരണഭയമില്ല. കാരണം അമരലോകമാണ്. നിങ്ങൾ വൃദ്ധരായാലും ഈ ജ്ഞാനമുണ്ട്. നമ്മൾ ഗർഭമഹലിൽ പോയി പ്രവേശിക്കും. ഇപ്പോൾ പോകുന്നത് ഗർഭജയിലിലാണ്. അവിടെയുള്ളത് ഗർഭമഹലാണ്. അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരേണ്ട വിധം പാപം ചെയ്യുന്നില്ല. ഇവിടെയാണെങ്കിൽ പാപം ചെയ്യുന്നു. അത് കാരണം ശിക്ഷ അനുഭവിച്ച് പുറത്തു വരുന്നു. അപ്പോൾ വീണ്ടും പാപം ആരംഭിക്കുന്നു.
ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. ഇവിടെ ദുഃഖം തന്നെയാണുള്ളത്. അവിടെ ദുഃഖത്തിൻ്റെ പേരേയില്ല. അപ്പോൾ ഒരു കണ്ണിൽ ശാന്തിധാമവും മറുകണ്ണിൽ സുഖധാമവും വയ്ക്കൂ. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ ജപം, തപം തുടങ്ങിയവ ചെയ്തു വന്നു. എന്നാൽ അത് ജ്ഞാനമല്ലല്ലോ, അത് ഭക്തിയാണ്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ സതോപ്രധാനമാകാൻ സാധിക്കും എന്ന യുക്തിയും ലഭിക്കുന്നില്ല, യാതൊന്നും അറിയുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച ദേഹസഹിതം തുടങ്ങിയവ കേട്ടിട്ടുണ്ട്. ഇത് ഗീതയിലെ വാക്കാണ്. അത് പഠിച്ച് കേൾപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയാകൂ എന്ന് പറയുന്നില്ല. എപ്പോഴാണോ പതിതരെ പാവനമാക്കുവാൻ വന്നിരുന്നത്, അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ ശേഷം പോയിരുന്നു എന്ന് കേവലം പഠിക്കുന്നു. കേവലം ഗീതയിൽ പരംപിത പരമാത്മാവിന് പകരം ശ്രീകൃഷ്ണന്റെ നാമം ചേർത്തു. ഇപ്പോൾ ശ്രീകൃഷ്ണനാണെങ്കിൽ രഥിയാണല്ലോ. കൃഷ്ണന് രഥം ആവശ്യമാണോ? കൃഷ്ണൻ സ്വയം ദേഹധാരിയാണ്. ശ്രീകൃഷ്ണൻ എന്ന നാമം ആരാണ് വച്ചത്? ജനിച്ച് 6-ാം ദിവസം എല്ലാവർക്കും പേരിടുന്നു. ബാബയാണെങ്കിൽ കേവലം ശിവൻ എന്നു തന്നെയാണ് പറയുന്നത്. ആത്മാക്കളായ നിങ്ങൾ ജനന മരണത്തിൽ വരുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ പേര് മാറുന്നു. ശിവബാബയാണെങ്കിൽ ജനന മരണത്തിൽ വരുന്നില്ല. ആ ഒന്ന് സദാ ശിവൻ തന്നെയാണ്. ഒരു ബിന്ദു എഴുതുമ്പോൾ ശിവ എന്ന് പറയുന്നു. ബിന്ദുവായ ആത്മാവ് തീർത്തും സൂക്ഷ്മമാണ്. അഥവാ ആത്മാവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവുകയാണെങ്കിൽ പോലും ആർക്കും മനസ്സിലാവുകയില്ല. ദേവിയെ കാണുമ്പോൾ സന്തോഷിക്കും. ശരി, പിന്നെന്താണ് ഉണ്ടാകുന്നത്? പ്രാപ്തി ഒന്നുമില്ല, അർത്ഥവുമില്ല. കേവലം നൗധ ഭക്തി ചെയ്തു, ദർശനം ലഭിച്ചു. അപ്പോൾ അതിൽ തന്നെ സന്തോഷിക്കുന്നു. പിന്നെ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും കാര്യമേ ഇല്ല. അതെല്ലാം ഭക്തിമാർഗമാണ്. ഇവിടെ ഇത് ജ്ഞാനമാർഗമാണ്. ഇവിടെ പൊതുവെ ബ്രഹ്മാവിൻ്റെയും പിന്നെ ശ്രീകൃഷ്ണൻ്റെയും സാക്ഷാത്കാരമുണ്ടാകും. ഈ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോകൂ, എങ്കിൽ നിങ്ങൾ കൃഷ്ണപുരിയിൽ അഥവാ വൈകുണ്ഠത്തിൽ പോകും എന്ന് പറയും. ലക്ഷ്മിനാരായണൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകാം. സാക്ഷാത്കാരമുണ്ടായി എന്നാൽ സദ്ഗതി ഉണ്ടായി എന്നല്ല. ഇത് ഇവിടേക്ക് പോകൂ എന്ന് കേവലം സൂചന ലഭിക്കുന്നതാണ്. മുന്നോട്ട് പോകവേ വളരെ പേർക്ക് സാക്ഷാത്കാരമുണ്ടാകും, ഡയറക്ഷൻ ലഭിക്കും. നിങ്ങളുടെ ത്രിമൂർത്തിയുടെയും പത്രത്തിൽ വരും. ബ്രഹ്മകുമാരിമാരുടെ പേരും വരും. അപ്പോൾ ബ്രഹ്മാവിൻ്റെയും സാക്ഷാത്കാരമുണ്ടാകും. ഇവരുടെ അടുത്ത് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വൈകുണ്ഠത്തിൻ്റെ പ്രിൻസ് ആകാനുള്ള ജ്ഞാനം ലഭിക്കും. അർജുനന് വിഷ്ണുവിൻ്റെയും വിനാശത്തിൻ്റെയും സാക്ഷാത്കാരം ഉണ്ടായതുപോലെ ബാബ പറയുന്നു, നിങ്ങൾക്ക് കമല പുഷ്പ സമാനം ആകേണ്ടതുണ്ട്. എന്നാൽ സ്ഥായിയായി നിങ്ങൾ ഇരിക്കുന്നില്ല. അതിനാൽ അലങ്കാരം വിഷ്ണുവിന് നൽകിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ദേവതമാർക്ക് ശംഖിൻ്റെ മറ്റും ആവശ്യമേ എന്താണ്? വായിലൂടെ കേൾപ്പിക്കുന്നതിനെയാണ് ശംഖധ്വനി എന്ന് പറയുന്നത്. കമലത്തിൻ്റെ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ബ്രാഹ്മണരായ നിങ്ങൾക്ക് ഈ സമയം കമല പുഷ്പ സമാനം ആകേണ്ടതുണ്ട്. ഗദ 5 വികാരങ്ങളാകുന്ന മായയെ ജയിക്കുന്നതിൻ്റെതാണ്. ബാബ ഉപായം പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ശ്രീമത്തിലൂടെ നടന്ന് പതീത പാവനായ ബാബയെ ഓർമ്മിക്കൂ. ഒരു ബാബയല്ലാതെ രണ്ടാമതാരും പതീത പാവനൻ അല്ല. ബാബ പറയുന്നു, എന്നെ വിളിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. നമ്മൾ ഏവരെയും ഈ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ച് പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ ബാബ തന്നെയാണ് വന്ന് സർവ ആത്മാക്കളെയും പതീതത്തിൽ നിന്നും പാവനമാക്കുന്നത്. കാരണം അപവിത്ര ആത്മാക്കൾക്ക് വീട്ടിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, പവിത്രമാകണമെങ്കിൽ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം ഇല്ലാതാകുന്നത്. ഇത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഇങ്ങനെ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ.
നമ്മളെ പാവനമാക്കി പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ എങ്ങനെ പോകും? എത്ര നേരായ കാര്യം പറഞ്ഞു തരുന്നു. ബാബയുടേത് സഹജ നോളജും സഹജ കാര്യവുമാണ്. കാര്യവ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ടും എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. ഭോജനം ഉണ്ടാക്കുകയാണെങ്കിലും ഓർമ്മയിൽ ഇരുന്നുകൊണ്ടാകണം. അപ്പോൾ ഭോജനവും ശുദ്ധമാകും. അതിനാൽ ബ്രഹ്മഭോജനത്തിനു വേണ്ടി ദേവതമാർക്കും ആഗ്രഹമുണ്ടാകുന്നു എന്ന് പാടപ്പെടുന്നു. ഈ പുത്രിമാരും ഭോഗുമായി പോകുമ്പോൾ അവിടെ സഭ ഉണ്ടാകുന്നു. ബ്രാഹ്മണരുടെയും ദേവതമാരുടെയും മേള നടക്കുന്നു. ഭോജനം സ്വീകരിക്കാൻ വരുന്നു. ബ്രാഹ്മണർ എപ്പോഴാണോ ഭോജനം സ്വീകരിക്കുന്നത് അപ്പോഴും മന്ത്രം ജപിക്കുന്നു. ബ്രഹ്മഭോജനത്തിന് വളരെയധികം മഹിമയുണ്ട്. സന്യാസിമാർ ബ്രഹ്മത്തെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അത് പരിധിയുള്ള സന്യാസിയാണ്. നമ്മൾ വീടും കുടുംബവും സ്വത്തും മറ്റുമെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. വീണ്ടും ഇപ്പോൾ ഉള്ളിലേക്ക് കയറുന്നു. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. നിങ്ങൾ ഈ പഴയ ലോകത്തെ തന്നെ മറക്കുന്നു. നിങ്ങൾക്ക് പിന്നെ പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. വീട്ടിലും കുടുംബത്തിലും ഇരിക്കവേ ബുദ്ധിയിൽ ഇതുണ്ട്. ഇപ്പോൾ നമുക്ക് വയാ ശാന്തിധാമം സുഖധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശാന്തിധാമത്തെയും ഓർമ്മിക്കേണ്ടി വരും. ബാബയെയും ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. ഇത് നമ്മുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. 84 ജന്മങ്ങൾ പൂർത്തിയായി. സൂര്യവംശിയിൽ നിന്നും ചന്ദ്രവംശിയും പിന്നെ വൈശ്യ ശൂദ്രവംശി ആയി. അവർ പറയുന്നു, ആത്മാവ് തന്നെ പരമാത്മാവ്. ആത്മാവിൽ ഒന്നും പതയുകയോ ലേപനമാവുകയോ ചെയ്യുന്നില്ല. കാരണം ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇതും അവരുടെ തലകീഴായ അർത്ഥമാണ്. ബാബ ഇരുന്ന് ഹംസോ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ആത്മാവ് പരംപിത പരമാത്മാവിൻ്റെ സന്താനമാകുന്നു. ആദ്യം നമ്മൾ സ്വർഗവാസിയായ ദേവതയായിരുന്നു. പിന്നെ ചന്ദ്രവംശി ക്ഷത്രിയരായി. 2500 വർഷം പൂർത്തിയായി. പിന്നെ വൈശ്യ ശൂദ്രവംശിയും വികാരിയുമായി. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണർ കുടുമിയാകുന്നു. ഇവിടെ ഇരിക്കുകയാണ്. 84ൻ്റെ കുട്ടിക്കരണം മറിച്ചിൽ കളിക്കുന്നത് പോലെയാണ്. ഇത് കുട്ടിക്കരണം മറിച്ചിലിൻ്റെയും ജ്ഞാനമാണ്. മുൻപ് തീർത്ഥസ്ഥാനങ്ങളിൽ പോകുമായിരുന്നപ്പോഴും ഇങ്ങനെ കുട്ടിക്കരണം മറിച്ചിൽ ചെയ്ത് അടയാളമിടുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടേത് സത്യമായ തീർത്ഥസ്ഥാനമാണ്. ശാന്തിധാമവും സുഖധാമവും. നിങ്ങൾ ആത്മീയ വഴികാട്ടികളാണ്. എല്ലാവർക്കും നിർദ്ദേശം നൽകുന്നു, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ ശാന്തിധാമത്തിലേക്ക് പോകും. സാധു സന്യാസിമാരും മറ്റുമെല്ലാം ശാന്തിധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെയാണ് പ്രയത്നിക്കുന്നത്. എന്നാൽ പോകുവാനും സാധിക്കുന്നില്ല. പോകുന്നത് മുഴുവൻ പേരും ഒരുമിച്ചായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, സത്യുഗത്തിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ. പിന്നെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളാണ് സ്വദർശന ചക്രധാരി, ദേവതമാരല്ല. എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ മായയോടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിലും ആരെയാണോ ശക്തരായി മനസ്സിലാക്കുന്നത്, അപ്പോൾ പിന്നെ അവരുടെ അടുക്കൽ പോയി അഭയം തേടുന്നു. ഇപ്പോൾ നിങ്ങൾ ആരുടെ അഭയം എടുക്കുകയാണ്? സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും പറയുന്നു, നമ്മൾ നിന്റെ അഭയമെടുക്കുന്നു. എൻ്റേത് ഒരു ശിവബാബ, രണ്ടാമതാരുമില്ല. സർവ ആത്മാക്കളുടെയും പിതാവ് ഒന്നാണല്ലോ. നിങ്ങൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. സാധു സന്യാസിമാർ ഒന്നല്ല, അനേകം ഭഗവാന്മാരായി പോകുന്നു. ആര് വീട്ടിൽ നിന്നും പിണങ്ങിയോ അവർ ഭഗവാനായി. പിന്നെ വലിയ വലിയ ധനികരും കോടിപതികളും പോയി അവരുടെ ശിഷ്യന്മാരാകുന്നു. മോശമായ ആഹാരപാനീയങ്ങളുടെ സദസ്സ് ആഘോഷിക്കുകയും ചെയ്യുന്നു. തമോ പ്രധാന മനുഷ്യരാണല്ലോ. ഹിന്ദുക്കൾക്ക് പിന്നെ സ്വന്തം ധർമ്മത്തെക്കുറിച്ചേ അറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു,
നിങ്ങൾ വാസ്തവത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതാണ്. എന്നാൽ പതീതമായിരിക്കുകയാണ്. അതിനാൽ സ്വയം തന്നെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ആ ധർമ്മമേ പ്രായേണ ലോപിച്ചുപോയി. മനുഷ്യർ എത്ര വികാരിയും ക്രിമിനൽ ആയി ഉള്ളവരുമാണ്. ഒരു മിനിസ്റ്റർ ബാബയുടെ അടുക്കൽ വന്നിരുന്നു. ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ക്രിമിനൽ ആയി വരുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കിക്കുന്നു, കുട്ടികളെ, സിവിൽ ആയി ഉള്ളവരാകൂ. എപ്പോൾ വരെയും ക്രിമിനൽ ആയി വരുന്നോ അപ്പോൾ വരെയും നിങ്ങൾ പതീതമാണ്. സഹോദരന്മാരാണ് എന്ന് സ്വയം മനസ്സിലാക്കൂ. അപ്പോൾ ആ ക്രിമിനൽ ദൃഷ്ടി ഇല്ലാതാകും. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ഒരു പിതാവിൽ നിന്നും സമ്പത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിന്റെ സിംഹാസനം ഈ ഭൃഗുടിയാണ്. ഇതിനെ പറയുന്നത് അകാല സിംഹാസനം എന്നാണ്. അകാല ആത്മാവ് ഈ സിംഹാസനത്തിൽ വിരാജിക്കുന്നു. ഇതാണെങ്കിൽ മണ്ണിന്റെ പാവയാണ്. മുഴുവൻ പാട്ടും ആത്മാവിൽ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. ബാബു പറയുന്നു, ഞാൻ 5000 വർഷത്തിനു ശേഷം വരുന്നു കുട്ടികളായി നിങ്ങൾക്ക് സമ്പത്ത് നൽകുവാൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്സിന്റെ സമ്പത്ത് നേടുവാൻ വന്നിരിക്കുന്നു. സത്യയുഗത്തിൽ അളവറ്റ ധനം ലഭിക്കുന്നു. നിങ്ങൾ 21 തലമുറകൾക്ക് ദേവതയാകുന്നു. വൃദ്ധാവസ്ഥ വരാതെ ഒരിക്കലും ആരും മരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇരിക്കവേ തന്നെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഗർഭത്തിന്റെ ഉള്ളിൽ വച്ചും മരിച്ചു പോകുന്നു. അവിടെയാണെങ്കിൽ ദുഃഖത്തിന്റെ പേരേ ഉണ്ടായിരിക്കില്ല. അതിനെ പറയുന്നത് സുഖധാമം, രാമരാജ്യം എന്നാണ്. ഇത് ദുഃഖധാമമാണ്, രാവണ രാജ്യമാണ്. സത്യയുഗത്തിൽ രാവണൻ ഉണ്ടായിരിക്കുന്നതേയില്ല. അപ്പോൾ ഈ 84ന്റെ ചക്രവും ബുദ്ധിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. വളരെ സന്തോഷം നിലനിൽക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയ വിശ്വത്തിന്റെ, അതായത് സത്യയുഗത്തിന്റെ അധികാരിയാകാൻ പോകുന്നവരാണ്. ഗീതയിലും ഭഗവാൻ ഉവാച ഉണ്ടല്ലോ, ഹേ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിക്കൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങളുടെ സത്യസത്യമായ ഖുദാ ദോസ്ത്, ഈശ്വരനാകുന്ന സുഹൃത്ത് ആ ഒന്നാണ്. അല്ലാഹു അലാവുദ്ദീന്റെ നാടകമുണ്ട്. ഹാത്തം തായിയുടെ നാടകമുണ്ട്. എല്ലാം ഈ സമയത്തേതാണ്. ഇപ്പോൾ മനുഷ്യർ കുട്ടികൾ ജനിക്കുന്നത് കുറയുന്നതിനു വേണ്ടി എത്ര തലയിട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ എത്ര കുറയ്ക്കുന്നു. മുഴുവൻ വിശ്വത്തിലും സത്യയുഗത്തിൽ 9 ലക്ഷം ജനസംഖ്യയാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഇത്രയും കോടിക്കണക്കിന് മനുഷ്യർ ഉണ്ടായിരിക്കുന്നതേയില്ല. എല്ലാവരും മുക്തിധാമത്തിൽ, ശാന്തിധാമത്തിലേക്ക് പോകും. ഇത് അതിശയത്തിന്റെ കാര്യമാണല്ലോ. ഒരു ദേവീ ദേവതാ ധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ സ്ഥാപിച്ച് ബാക്കിയെല്ലാം വിനാശമാക്കുന്നു. ഈ 84ന്റെ ചക്രം നല്ല രീതിയിൽ ബുദ്ധിയിലിരുത്തണം. ഇതാണ് സ്വദർശന ചക്രം. പിന്നെ ചക്രം കൊണ്ട് ആരുടെയും കണ്ഠമോ മറ്റോ മുറിക്കേണ്ടതില്ല. ശാസ്ത്രങ്ങളിൽ പിന്നെ ശ്രീകൃഷ്ണനെക്കുറിച്ച് ഹിംസാത്മകമായ കാര്യങ്ങൾ ചേർത്തിരിക്കുന്നു. എല്ലാവരെയും സ്വദർശന ചക്രത്താൽ വധിച്ചു എന്ന്. ഇതും ഗ്ലാനിയായല്ലോ. എത്ര ഹിംസാത്മകം ആക്കിയിരിക്കുന്നു. നിങ്ങൾ ഡബിൾ അഹിംസകരാകുന്നു. കാമകഠാരി പ്രയോഗിക്കുക എന്നതും ഹിംസയാണ്. ദേവതമാരെ പവിത്രം എന്ന് പറയുന്നു. യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി മാറാൻ സാധിക്കും എന്നിരിക്കെ യോഗബലത്തിലൂടെ കുട്ടികൾ എന്തുകൊണ്ട് ജനിക്കില്ല? സാക്ഷാത്കാരം ഉണ്ടാകും. ഇപ്പോൾ കുട്ടി ഉണ്ടാകേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഈ പഴയ ശരീരം ഉപേക്ഷിക്കും. പിന്നെ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് ആകും. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അമരലോകത്തിൽ ജന്മമെടുക്കും. അപ്പോൾ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് ആയിരിക്കും. ദരിദ്ര പ്രജകളും വേണമല്ലോ. ദുഃഖത്തിന്റെ ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നതേയില്ല. പ്രജകളുടെ അടുത്ത് ഇത്രയും ധനവും സാധനങ്ങളും മറ്റും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ സുഖമുണ്ടായിരിക്കും. ആയുസ് നീണ്ടതായിരിക്കും. രാജാവ്, റാണി, ധനിക പ്രജ എല്ലാം വേണമല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്.
ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഓർമ്മയോടൊപ്പം സന്തോഷത്തിലിരിക്കുന്നതിനായി 84ൻ്റെ ചക്രത്തെയും ഓർമ്മിക്കണം. സ്വദർശന ചക്രം തിരിക്കണം. ഈശ്വരനെ തൻ്റെ സത്യമായ കൂട്ടുകാരൻ ആക്കണം. ഡബിൾ അഹിംസകൻ ആകുന്നതിനായി ക്രിമിനൽ ആയി പരിവർത്തനപ്പെടുത്തി സിവിൽ ആയി ഉണ്ടാക്കണം. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ഈ അഭ്യാസം ചെയ്യണം. വരദാനം: സർവശക്തിവാനായ ബാബയെ കമ്പൈൻഡ് രൂപത്തിൽ കൂടെ വയ്ക്കുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളോടൊപ്പം സർവശക്തിവാനായ ബാബ കമ്പൈൻഡാണോ അവർക്ക് സർവശക്തികളുടെ മേൽ അധികാരമുണ്ട്. എവിടെ സർവശക്തികളുമുണ്ടോ അവിടെ സഫലത ഇല്ലാതിരിക്കുക അസംഭവ്യമാണ്. അഥവാ സദാ ബാബയുമായി കമ്പൈൻഡായിരിക്കുന്നതിൽ കുറവുണ്ടെങ്കിൽ സഫലതയും കുറഞ്ഞു പോകുന്നു. സദാ കൂട്ടുകെട്ട് നിറവേറ്റുന്ന അവിനാശിയായ കൂട്ടുകാരനെ കമ്പൈൻഡാക്കി വയ്ക്കൂ. എങ്കിൽ സഫലത ജന്മസിദ്ധ അധികാരമാണ്. കാരണം സഫലത മാസ്റ്റർ സർവശക്തിവാന്റെ മുന്നിലും പിന്നിലും ചുറ്റിക്കറങ്ങുന്നു. സ്ലോഗൻ: ആരാണോ വികാരങ്ങളാകുന്ന മാലിന്യത്തെ സ്പർശിക്കുക പോലും ചെയ്യാത്തത് അവരാണ് സത്യമായ വൈഷ്ണവർ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സങ്കൽപ്പങ്ങളുടെ വിസ്താരത്തെ സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെയും സൂക്ഷ്മ ശക്തികളെയും എൻ്റെ നിയന്ത്രണത്തിൽ ആക്കുന്നു. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എൻ്റെ പരമപ്രിയനായ ശിവ് ബാബയുമായുള്ള മധുരമായ കൂടിക്കാഴ്ച എന്നിൽ നിറഞ്ഞ സംതൃപ്തിയുടെ അനുഭവം വരുത്തുന്നു. പരമധാമത്തിലെ ഈ ദിവ്യ ജ്യോതിയിൽ നിന്നും വരുന്ന പ്രകാശധാര എന്നിൽ സമസ്ത ശക്തികളും ഗുണങ്ങളും നിറയ്ക്കുന്നു. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും വിശേഷതകൾ ജീവിതത്തിൽ പകർത്താനുള്ള വിശേഷ വരദാനം ബാബ എനിക്ക് നൽകുകയാണ്.
ഞാൻ മഹാദാനിയായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഉദാര ചിത്തതയോടെ ദിവ്യ അലൗകിക ഈശ്വരീയ പ്രാപ്തികൾ ദാനം ചെയ്യുകയാണ്.